എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷൻ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന സംശയമാണ്, എക്സാമിനേഷൻ മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ? അതായത് ഇംഗ്ലീഷും അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജും ഒഴികെയുള്ള സബ്ജക്റ്റുകൾ എക്സാമിനേഷൻ മലയാളത്തിൽ എഴുതുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്, അതുപോലെ തന്നെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് മാർക്ക് ലഭിക്കുമോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയുമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോ ദിവസത്തെയും എക്സാമിനേഷൻ നോക്കാം, അതിനുശേഷം ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ ഈ ഒരു നാളെ നടക്കുന്ന എക്സാമിനേഷൻ, അതായത് ഈ ഒരു മാർച്ച് 1-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ പാർട്ട് 2 ലാംഗ്വേജസ് ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ അതിൽ ഹിന്ദി അതുപോലെ മലയാളം ഇതുപോലുള്ള ലാംഗ്വേജസ് ആണ്. ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത് ആ ഒരു ഭാഷയിൽ നിങ്ങൾ ആ ഒരു എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും നാളെ നടക്കുന്ന എക്സാമിനേഷൻ ആണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ചൊവ്വാഴ്ച, അതായത് മാർച്ച് 5-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അതിനുശേഷം ഈ ഒരു മാർച്ച് 7-ാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ കെമിസ്ട്രി അതുപോലെ തന്നെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയും. അതുപോലെ തന്നെ അതിനുശേഷമുള്ള എക്സാമിനേഷൻ 14-ാം തീയതിയാണ് ഉണ്ടാവുക. 14-ാം തീയതി വിദ്യാർത്ഥികൾക്ക് വ്യാഴാഴ്ച ദിവസമായിരിക്കും പിന്നീടുള്ള എക്സാമിനേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ പിന്നീട് നടക്കുന്ന എക്സാമിനേഷൻ 16-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റം എന്നിവയാണ്. 19-ാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ, അതായത് ചൊവ്വാഴ്ചയാണ് എക്സാമിനേഷൻ, ജിയോഗ്രഫി, അതുപോലെ മ്യൂസിക്, അതുപോലെ സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയും. 21-ാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ ഹോം സയൻസ്, ഗാന്ധി സ്റ്റഡീസ്, അതുപോലെ തന്നെ ജേർണലിസം, ഫിലോസഫി, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. 23-ാം തീയതി ശനിയാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയും. 26-ാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ, അതായത് 26-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അപ്പോൾ 26-ാം തീയതി ചൊവ്വാഴ്ച ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സംസ്കൃത് ശാസ്ത്ര, അതായത് സംസ്കൃത് സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ്, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് ആ ഒരു ദിവസം നടക്കുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എക്സാമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. രാവിലെ 9:30 മുതലാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ 12:15 വരെയാണ്, അതായത് 12:15 വരെയാണ് എക്സാമിനേഷൻ നടത്തപ്പെടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തിയറി, അതായത് ഈ ഒരു പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 9:30 മുതൽ 11:45 വരെയും, അതുപോലെ തന്നെ ബയോളജി എക്സാം ആണെങ്കിൽ 11:55 വരെയുമാണ് എക്സാമിനേഷൻ. എല്ലാ എക്സാമിനേഷനും രാവിലെ 9:30 മുതലാണ് നടക്കുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്, മലയാളത്തിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജും ഒഴികെയുള്ള ഏതൊരു സബ്ജക്റ്റും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കും. മാത്സ് മലയാളത്തിൽ പ്രത്യേകിച്ച് എഴുതാൻ സാധിക്കില്ല, കാരണം അത് ഇക്വേഷൻസ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ മലയാളത്തിൽ എഴുതാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്സ് എന്നിവയിലെ തിയറി പാർട്ടുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാവുന്നതാണ്. അപ്പോൾ മലയാളത്തിൽ എഴുതിയാലും മാർക്ക് ലഭിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, മലയാളത്തിൽ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറക്കും, അതുപോലെ മാർക്ക് ലഭിക്കില്ല എന്നുള്ള ഒരു സംശയം. അപ്പോൾ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ടതില്ല, മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാളത്തിൽ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്ക് ലഭിക്കില്ല. അതായത് നിങ്ങൾ എഴുതുന്ന കാര്യത്തിൽ വല്ല കണ്ടൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുള്ളൂ. അല്ലേ, അത് നിങ്ങൾ മലയാളത്തിലാണ് എഴുതിയത് അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറച്ചു എന്നുള്ളത് പറയരുത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്തായിരിക്കും അതിൽ കൂടുതൽ പോയിൻ്റ് ഉൾപ്പെട്ടിട്ടുണ്ടാവുക. മലയാളത്തിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന പോയിൻറ്സും കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിലും നിങ്ങൾ ഏത് ചോദ്യത്തിനാണോ ഉത്തരം നൽകുന്നത് ആ ഒരു ചോദ്യത്തിന് അനുസരിച്ചുള്ള ആൻസേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൽ നിങ്ങൾ എഴുതിയതിൽ ആ ഒരു ചോദ്യത്തിന് വേണ്ട, അതിൻ്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള പോയിൻറ്സൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയിൻറ്സ് എഴുതിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൽ മാർക്ക് ലഭിക്കുക. അല്ലാതെ മലയാളത്തിൽ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയത് കൊണ്ടോ നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിൽ കറക്റ്റ് പോയിൻറ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങൾ
ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന സംശയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷും അതുപോലെ സെക്കൻഡ് ലാംഗ്വേജും ഒഴികെയുള്ള ഏതൊരു സബ്ജക്റ്റിൻ്റെ തിയറി ഭാഗവും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. മലയാളത്തിൽ എഴുതുമ്പോൾ അതിൽ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ട പോയിൻറ്റ്സ് ഉൾക്കൊള്ളിച്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.